നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വേഴം എന്ന ഗ്രഹത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. വേഴം ഇപ്പോൾ രാശി മാറിക്കഴിഞ്ഞു. വേഴം കർക്കിടകൻ രാശിയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പൊ. നേരത്തെ കർക്കിടകൻ രാശിയിൽ നിന്നിരുന്ന ഗ്രഹം മിഥുനൻ രാശിയിലേക്ക് പോയി. അതിനെ വക്രം എന്ന് പറയും. അപ്പൊ വക്രത്തിലേക്ക് പോയ ഗ്രഹം ഇപ്പോഴിതാ തിരിച്ച് മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് നേർഗതിയിൽ വന്നിരിക്കുകയാണ്. ഈ കർക്കിടകൻ രാശി എന്ന് പറയുന്നത് വേഴത്തിന്റെ ഉച്ചരാശി കൂടിയാണ്. ഇതിനൊക്കെ വളരെ പ്രത്യേകതയുള്ള സമയമാണ്. അപ്പോൾ വേഴത്തിന്റെ ഉച്ചരാശിയിലാണ് വേഴം വന്ന് നിൽക്കുന്നത്. അപ്പൊ 2026 ജൂൺ 2 വേഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതായത് ഉച്ചസ്ഥനായി അവിടെ നിൽക്കുകയാണ്. ഇനി ഒക്ടോബർ 31 വരെ വേഴം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വേഴം ചിങ്ങൻ രാശിയിലേക്ക് പോകും. ചിങ്ങൻ രാശിയിൽ നിന്ന് അധികം താമസിയാതെ തന്നെ വേഴം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് വരും. വേഴം ഇങ്ങനെ രാശി മാറിക്കളിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലാണ്. അത് 5 മാസം വരെ അവിടെ ഉണ്ടാവും. ഈ 5 മാസത്തിനുള്ളിൽ പല മാറ്റങ്ങളും ഈ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഉണ്ടാവും. അത് ഏതെല്ലാം നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത്? പുണർദം, കാലി, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത്. ഇവരുടെ ജന്മരാശി കൂടിയാണ് കർക്കിടകൻ രാശി. പുണർദം, കാലി, പൂയം, ആയില്യം. അപ്പൊ ഈ ജന്മരാശിയിൽ വേഴം നിന്നാൽ ചില ആൾക്കാർ പറയും, ചില ജ്യോത്സ്യന്മാര് തന്നെ പറയും, ജന്മത്തിലെ വേഴം അത്ര ഗുണം ചെയ്യില്ല എന്ന്. ജന്മരാശിയിൽ നിൽക്കുന്ന വേഴത്തിന് ഗുണം കിട്ടില്ല. എന്നാൽ ഇവിടെ ജന്മരാശിയിൽ നിൽക്കുന്ന വേഴം എങ്ങനെയാണ്? ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ വ്യത്യാസമുണ്ട്. സാധാരണ വേഴമല്ല, ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന വേഴമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് ആ ജന്മരാശിയിലെ വേഴത്തിനെ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. 1, 4, 7, 10 കേന്ദ്ര രാശികളാണ്. അപ്പൊ 1ാമത്തെ ഭാവം അതാണ് ഇപ്പോ ഈ ജന്മരാശിയായിട്ട് ഇവർക്ക് വന്നിരിക്കുന്നത്. ഈ കർക്കിടക കൂറിലുള്ള നക്ഷത്രങ്ങൾക്ക് അവരുടെ ജന്മരാശിയാണ് കർക്കിടക രാശി. ഈ രാശിയിലെ വേഴം പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോഷമാണെന്ന് നേരത്തെ പറയാമെങ്കിലും ഇപ്പോഴത്തെ വേഴത്തിന്റെ സാഹചര്യം അനുസരിച്ച് വേഴം കേന്ദ്ര രാശികളിൽ നിൽക്കുന്നതിന്റെ പേരിലും വേഴം ഉച്ചരാശിയിൽ നിൽക്കുന്നതിന്റെ പേരിലും ഈ നക്ഷത്രക്കാർക്ക്, ഈ കർക്കിടകക്കൂറിലെ അല്ലെങ്കിൽ കർക്കിടകൻ രാശിയിലെ നക്ഷത്രക്കാർക്ക് രാജയോഗം തന്നെയാണെന്ന് പറയാം. ഇവരുടെ ദുരിതങ്ങൾ അകന്നു പോകുന്ന സമയം. നേരത്തെ ഉണ്ടായ ആ കഷ്ടപ്പാടും പ്രയാസങ്ങളും മനോവിഷമങ്ങളും എല്ലാം ഇപ്പൊ അവർക്ക് മാറിക്കഴിഞ്ഞു. വേഴം അവരുടെ സ്വന്തം രാശിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഇവരുടെ ദുരിതകാലം തീർന്നു. ഒരു നല്ല കാലം ഇവർക്ക് വന്നു കഴിഞ്ഞു. ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. രോഗശമനം കിട്ടുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഏതെങ്കിലും വിധത്തിൽ രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇവർക്ക് രോഗങ്ങൾ മാറിക്കിട്ടുന്ന അവസരവും ഈ സമയത്തുണ്ടാവും.
ബന്ധുക്കൾ വഴി ഗുണം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ബന്ധുജനങ്ങളുമായി നല്ല വിധത്തിൽ സഹവർത്തിത്വത്തോടെ പ്രവർത്തിച്ചു പോകാനും അവരിൽ നിന്നും നല്ല കാര്യങ്ങൾ ഇവർക്ക് കിട്ടാനും ഇടവരുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ധനപരമായി ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവർക്ക് നടത്താനും നടപ്പിലാകാനും സാധിക്കും. ധനപരമായി ഇവർക്ക് വളരെ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഒരു സമയമാണ്. കാരണം വേഴാണ്, ധനകാരകനായ വേഴമാണ് ജന്മരാശിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടാകാനും സാധിക്കും. ഗ്രഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഗ്രഹനിർമ്മാണം നടത്താനും ഒക്കെ സാധിക്കും. ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ദൂരയാത്ര പോകാനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആത്മീയമായ യാത്രകളും പുണ്യസ്ഥലങ്ങളും പുണ്യക്ഷേത്രങ്ങളും സന്ദർശിക്കാനും ഈ സമയം ഇവർക്ക് കഴിയുന്നതാണ്. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. കിട്ടാതെ കിടക്കുന്ന പണം, അതായത് ഏതെങ്കിലും കാരണവശാൽ ഇവർക്ക് കിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാശ് കൂടി, അല്ലാതെ പണം കൂടി ഇവർക്ക് ഈ സമയത്ത് കിട്ടാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. അകന്നു പോയവര് ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന സമയമാണ്. കാരണം ഇവർക്ക് നല്ല കാലം വന്നു. അപ്പൊ അകന്നു പോയവരൊക്കെ എന്താണ് ചെയ്യുന്നത്? നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒരു കഷ്ടകാലവും വരുമ്പോ നമ്മളെ ഇട്ടു പോകുന്ന ചില ആൾക്കാരുണ്ട്, അല്ലേ? അങ്ങനെ ഇട്ടു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ നക്ഷത്രക്കാരുടെ ആൾക്കാർ ഇവരന്വേഷിച്ചു വരുന്ന ഒരു സമയമാണ്. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. അംഗീകാരങ്ങളും പ്രശസ്തിയും ഇവർക്ക് കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. അതായത് ഈ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അംഗീകാരങ്ങൾ കിട്ടും, പ്രശംസ കിട്ടും. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന അവസരവും കൂടിയാണ്. അതായത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ജനപ്രീതി കിട്ടുന്ന ഒരു സമയമാണ്. അതുകൂടാതെ തന്നെ ഇവർക്ക്, ഈ രാഷ്ട്രീയക്കാർക്ക് അവരുടെ പൊതുപ്രവർത്തനം കണക്കിലെടുത്തുകൊണ്ട് പുരസ്കാരങ്ങളും അതേപോലെയുള്ള അവാർഡുകളും ഒക്കെ ഇവർക്ക് കിട്ടാനും ഈ സമയത്ത് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പൊ പൊതുവെ വേഴത്തിന്റെ ഈ രാശിമാറ്റം കർക്കിടകക്കൂറിൽ വരുന്ന കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക്, അതായത് നേരത്തെ പറഞ്ഞ മേടം രാശിയിലെ നക്ഷത്രങ്ങൾക്ക് ഉള്ളത് പോലെ തന്നെ കർക്കിടകൻ രാശിയിലെ നക്ഷത്രങ്ങൾക്കും വേഴത്തിന്റെ രാശിമാറ്റം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.